Assalamu alaikum. Welcome back to my channel or welcome to my channel. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാ പിന്നെ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇന്നപ്പോ ഒരു വീക്കെൻഡ് ഡേ ഔട്ട് ആണ് കേട്ടോ. സോ അതിന് മുമ്പായിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ. ഞാൻ എന്നും പറയുന്ന പോലെ സ്കിന്നൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ടോണർ അടിച്ചു. പിന്നെ ലിപ്പൊക്കെ ഒന്ന് മോയ്സ്ചറായി നിൽക്കാണ് കാർമിക്സിന്റെ ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ലിപ് ബാമിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിപ്സ് ഒക്കെ നല്ല പോലെ മോയ്സ്ചർ ആയിട്ട് തന്നെ നിൽക്കും. പിന്നെ പിഗ്മെന്റേഷൻ ഒക്കെ പോവാൻ നല്ല പോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മോയ്സ്ചറൈസർ ആയിട്ട് വാസ്ലിന്റെ തന്നെ ഗ്ലൂട്ടഹൈ ഡ്യൂയി റേഡിയന്റ് സിറമിൻ ലോഷൻ ആണ് യൂസ് ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ ഇത് നല്ല പോലെ റിസൾട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഞാനിത് ഫേസിൽ യൂസ് ആക്കലുണ്ട്. ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു കൂളിംഗ് തന്നെ സ്കിന്നിന് ഫീൽ ചെയ്യലുണ്ട്. അതുകൊണ്ട് എനിക്കിത് ഫേസിൽ യൂസ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. മാത്രല്ല നല്ല ലൈറ്റ് വെയ്റ്റഡും നോൺ സ്റ്റിക്കി ആയതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ ഭയങ്കര സിമ്പിളും ആണ്. പിന്നെ SPF ആയിട്ട് എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടില്ലേ ഫോക്സ് സ്റ്റൈലിന്റെ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു വട്ടം യൂസ് ചെയ്തവർക്ക് അറിയാം ഇതിന്റെ കംഫർട്ട് എത്ര മാത്രമാണെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പോലെ ലൈറ്റ് വെയ്റ്റഡും നോൺ സ്റ്റിക്കി ആയിട്ടുള്ളതും പിന്നെ ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത ഒരു സൺസ്ക്രീൻ ആണിത്. മാത്രല്ല ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ എന്റെ ഫേസിന് ഒരു ഗ്ലോയി ഫിനിഷ് കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾ എന്നെ നോക്കി ഇത് എത്ര പെർഫെക്റ്റ് ആയിട്ടാ വന്നത് എന്ന്. ഇപ്പൊ കുറച്ചായിട്ട് ഷുഗർ ക്രേവിങ്സ് കുറച്ച് കൂടുതലാണ്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ആ കാണുന്നത് മുഴുവന്. കൂട്ടത്തിൽ ഒന്ന് ചിക്കൻ ഫ്രൈ ചെയ്തപ്പോ ചെറുതായിട്ടൊന്ന് എണ്ണ തെറിച്ചും ചെയ്തു. ചൂടില്ല എണ്ണക്ക് വേറെ ഒടുക്കും തെറിക്കാൻ തോന്നിയില്ല. എന്റെ മുഖത്തേക്ക് എണ്ണ തെറിച്ചു. സാരല്ല, നമുക്ക് മേക്കപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇന്ന് നമുക്ക് ബേസ് ആയിട്ട് ഈ ഒരു പ്രൈമർ യൂസ് ചെയ്യാം. ഈ ഒരു പ്രൈമറിന് രണ്ടാണ് യൂസ് ചെയ്യുക. ഇത് നമുക്ക് ഗ്ലോക്ക് വേണ്ടി ഇലുമിനേറ്റിംഗ് ക്രീം ആയിട്ടും പ്രൈമർ ആയിട്ടും ഹൈലൈറ്റർ ആയിട്ടും യൂസ് ചെയ്യാം. ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് മൂന്നാമത്തെ പ്രാവശ്യവും ഞാൻ വീഡിയോയിൽ പറയുന്നത്, കാരണം അത് അത്രക്ക് അടിപൊളിയാണ്. ഇനി നമുക്ക് നമ്മളെ കുഞ്ഞ പാടുകളൊക്കെ ഒന്ന് കവർ ചെയ്യാൻ ഈ ഒരു കൺസീലർ യൂസ് ചെയ്യാം. ഇത് നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ ആണ് കേട്ടോ. ഈ ഒരു കൺസീലർ ഭയങ്കര അഫോർഡബിളും ആണ്, അതുപോലെ തന്നെ അടിപൊളി പ്രൊഡക്റ്റും ആണ്. ഇത്രയും ചീപ്പ് റേറ്റില് ഇത്രയും നല്ല കവറേജ് കിട്ടുന്ന ഒരു കൺസീലർ വേറെ ഏതും ഉണ്ടാവില്ല. ഇനിയിപ്പോ അഫോർഡബിൾ ആയിട്ടുള്ള കൺസീലർ ഒക്കെ തപ്പി നടക്കണവരുണ്ടെങ്കിൽ പെട്ടെന്ന് മേടിച്ചോ. ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലറിന്റെ ഷെയ്ഡ് നമ്പർ 3 ആണ് കേട്ടോ. ഒരു ഫെയർ ടു മീഡിയം സ്കിൻ ടോണിനൊക്കെ ഈ ഒരു ഷെയ്ഡ് നല്ല പോലെ മാച്ചായി പോവായിരിക്കും. ചീപ്പ് റേറ്റില് ഇത്രയും അടിപൊളിയായിട്ടുള്ള കൺസീലർ ഇതല്ലാതെ വേറെ ഏതും ഉണ്ടാവില്ല. ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കിനൊക്കെ ഈ ഒരു കൺസീലർ മാത്രമായിട്ട് യൂസ് ആക്കാം കേട്ടോ. ഇനി നമുക്ക് മെയിൻ പുട്ടി അടിക്കാം. അല്ല, സാധാരണ ചില ആൾക്കാർ ഈ മേക്കപ്പ് ചെയ്യുന്നതിനൊക്കെ പുട്ടി അടിക്കാന്നാണല്ലോ പറയലേ. ഒരു പറയണതിൽ തെറ്റൊന്നുമില്ല, കാരണം ഇതും ചെറിയ രീതിയിലൊരു പൊട്ടിയടി തന്നെയാണല്ലോ. അത് നമുക്കുണ്ട് അംഗീകരിക്കാം. പക്ഷേ ഈ മേക്കപ്പ് ചെയ്യണത് മോശമായി കാണുന്ന ചിലവരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത് ഒന്നുമില്ല. ഓരോടൊക്കെ എന്ത് പറയാനാ? ഈ മേക്കപ്പിനെ കുറിച്ച് അറിയാത്തോണ്ടല്ലേ അത് അവർക്ക് മോശമായി തോന്നിയത്. ആരെ കാണിക്കാനാ മേക്കപ്പ് ചെയ്യണെന്ന് ചോദിച്ചാല് ആരും കാണിക്കാനൊന്നല്ല, അതൊക്കെ ഒരു ഇഷ്ടല്ലേ. ഞാൻ എന്തിനാ മേക്കപ്പ് ചെയ്യണെന്ന് വെച്ചാല് എന്റെ മാത്രം സന്തോഷത്തിനാണ്. എനിക്ക് കുറേ സങ്കടം വന്നാലും കുറേ സന്തോഷം വന്നാലും ഞാൻ മേക്കപ്പാ ചെയ്യല്. എന്താന്നറിയില്ല, മേക്കപ്പ് ചെയ്യുമ്പോൾ എന്റെ മൈൻഡ് കുറേയൊക്കെ സെറ്റ് ആയിരിക്കണ പോലെ എനിക്ക് തോന്നലുണ്ട്. പിന്നെ നമ്മളെ ഗേൾസിൽ തന്നെ കുറച്ച് ടീംസ് ഉണ്ട് മേക്കപ്പ് ചെയ്തിട്ടും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ടീംസ്. അതെന്തിനാണ് അങ്ങനെ പറയണതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നത് മേക്കപ്പ് ഈസ് ആൻ ആർട്ട് ആൻഡ് വി ആർ ദ ആർട്ടിസ്റ്റ്. ഇടയ്ക്കതാ ഇങ്ങനത്തെ മാജിക്കും കാണിക്കാം. അങ്ങനെ പറഞ്ഞ് നമ്മളെ പുട്ടിടല് ഏകദേശം തീർന്നു. ഇനി നമുക്ക് കണ്ണിനെ കുറച്ച് അലങ്കാരമാക്കാം. അതിന് ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ സെലക്ട് പറഞ്ഞിട്ടുള്ള പാലറ്റ് ആട്ടോ എടുത്തത്. ഇനിയിപ്പോൾ ഈ പാലറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു അഡാർ ഐറ്റം തന്നെയാണ്. നല്ല പ്രീമിയം ലുക്കിൽ വരുന്ന ഈ ഒരു പാലറ്റ് ഭയങ്കര അഫോർഡബിൾ ഒന്നും അല്ല, എന്നാൽ പിന്നെ ഭയങ്കര എക്സ്പെൻസീവും അല്ല. പക്ഷെ ഇതിലുള്ള ഷെയ്ഡ്സ് ഒക്കെ ഒന്നിലൊന്നും മെച്ചാണ്. അതിൽ ഒരുപാട് കളേഴ്സ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ യൂസ് ആക്കുന്ന കുറച്ച് ന്യൂഡ് കളേഴ്സും അതിന് വേണ്ട സ്ട്രിമ്മേഴ്സും അതിലുണ്ട്. ഇനി നമുക്ക് വിങ്സ് വരച്ചിട്ടില്ലേ ഐലൈനർ വരക്കാൻ പഠിച്ചാലോ? വിങ്സ് കറക്റ്റ് ആയിട്ട് ഐലൈൻ ചെയ്യാനേ ഞാൻ പുതിയൊരു ട്രിക്ക് പഠിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാന്ന് കരുതി ഞാനിവിടെ ഐബ്രോ പാലറ്റ് വെച്ചിട്ടാണ് ഇങ്ങനെ വിങ്സ് വരക്കണത്. അതിന്റെ കൂടെ കിട്ടുന്ന കുഞ്ഞ് ബ്രഷ് വെച്ചിട്ട് നമുക്ക് വേണ്ട രീതിയിലൊക്കെ ഒന്ന് വരക്കാം, അതും റഫായിട്ട്. ഞാനിവിടെ ചെറുതായിട്ടൊരു ക്യാറ്റ് ചെയ്യാണ് ട്രൈ ചെയ്യുന്നത്. എന്താവുന്ന നമുക്ക് നോക്കാം. ഇപ്പൊ ഏകദേശം ഒരു റഫ് ഫിഗർ കിട്ടി. ഇനി നമുക്ക് ഐലൈനർ വെച്ചിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കണ്ടോ, നോർമലി നമ്മൾ ഐലൈനറോട് വരക്കണതിലേറെ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇനി നമുക്ക് മസ്കാര ഇടാം. അതിനുവേണ്ടി ഞാനിവിടെ മാസിന്റെ ഡബിൾ ട്രിപ്പിൾ മസ്കാര ആണ് യൂസ് ചെയ്യുന്നത്. ഗായ്സ്, ഈ ഒരു മസ്കാര അടിപൊളി ആയിട്ടാണ്. ഈ ഒരു മസ്കാര അപ്ലൈ ചെയ്യല് 2 സ്റ്റെപ്പ് ആയിട്ടാണ്. സ്റ്റെപ്പ് 1 വരുന്നത് ലെങ്ത് കൂട്ടാനും സ്റ്റെപ്പ് 2 വരുന്നത് വോളിയം കൂട്ടാനും. ഇനി ഒരു സീക്രട്ട് പറയട്ടെ, ഇതിന്റെ റേറ്റ് പറഞ്ഞാൽ നിങ്ങൾ നെട്ടിപ്പോകും.
ഈ ഒരു അടിപൊളിയായിട്ടുള്ള മസ്കാരക്ക് വെറും 300 ബിലോ മാത്രമുള്ള റേറ്റ്. ട്രസ്റ്റ് മീ ഗൈസ്, ഈ ഒരു റേറ്റിന് ഈ ഒരു മസ്കാര വേറെ ലെവൽ തന്നെയാണ് ഗൈസ്. ഇനി റേറ്റ് കട നിൽക്കട്ടെ, ഇത് അപ്ലൈ ചെയ്താലും അടിപൊളിയാണ്. പക്ഷേ ഇതിനൊരു പ്രശ്നമുള്ളത്, ഇത് കഴുകി കളയുമ്പോൾ ഇച്ചിരി പാടാണ്. അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചാല് ഇതൊരു അടാറായിട്ടാ. ഇനി നമുക്ക് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യാം. ഞാൻ എങ്ങനെ ഐബ്രോസ് ഫില്ല് ചെയ്യലെന്ന് ഞാൻ എപ്പോഴും പറയണതല്ലേ. ഈ പ്രാവശ്യം നിങ്ങൾ കണ്ടോളി ഞാൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന്. എനിക്ക് ഈ ഐബ്രോസ് പൗഡർ വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നതാണ് ഇഷ്ടം. അതാണ് എനിക്ക് കുറച്ച് സിമ്പിളായിട്ട് തോന്നിയത്. ഇനി നമുക്ക് ബ്ലഷ് ഇടാം. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അധിക ഗേൾസിനും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ബ്ലഷ്. അതുപോലെ തന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ബ്ലഷ് ഇടാൻ. പക്ഷെ ആദ്യമൊക്കെ എനിക്ക് ബ്ലഷിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പേരിന് കുറച്ച് ചെറുതായിട്ടൊന്ന് തൊടും, അത്രേ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ. ഇപ്പൊ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ബ്ലഷ് ഇടല്. ഇപ്പൊ ഇത് കുറച്ച് ഓവറായി എന്ന് തോന്നുന്നുണ്ടെങ്കിലേ കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളും. ഞാനിവിടെ ഹൈലൈറ്ററായി യൂസ് ചെയ്യുന്നതും ഞാൻ ആദ്യം പ്രൈമറായി യൂസ് ചെയ്തിരുന്ന സ്വിസ് ബ്യൂട്ടിന്റെ ഹൈലൈറ്റിംഗ് പ്ലസ് പ്രൈമർ ആണ് കേട്ടോ. അങ്ങനെ കുറേ ഹൈലൈറ്റർ ഇട്ടിട്ട് നമ്മളെ മേക്കപ്പ് ഏകദേശം തീർന്നു. അതിന്റെ ഇടയ്ക്കായിട്ട് ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്ക് കൂടി ഇട്ടു കേട്ടോ. ആ ഒരു പോസ്റ്റർ ഞാൻ എടുക്കാൻ മറന്നുപോയി. ഇതാണ് എന്റെ കംപ്ലീറ്റ് മേക്കപ്പ് ലുക്ക്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇനിയിപ്പോ വെയിലത്തിൽ ഇറങ്ങിയാലതാ എന്റെ ഗ്ലോ ഇത്ര കണ്ട് കൂടും. ഈ ഒരു ഗ്ലോയി മേക്കപ്പിന്റെ ഫുൾ ക്രെഡിറ്റും നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ പ്രൈമർ പ്ലസ് ഇലിമിനേറ്റിംഗ് ക്രീമിനാണ് കേട്ടോ. നിങ്ങളൊരു ഗ്ലോയി മേക്കപ്പ് ഇഷ്ടപ്പെടുന്ന പോലെയാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കി. ഇനിയിപ്പോ ലാസ്റ്റ് ആയിട്ട് ഒന്ന് സെറ്റ് ആക്കാൻ സെറ്റിംഗ് സ്പ്രേ കൂടി അടിച്ചാൽ നമ്മളെ മേക്കപ്പ് അവിടെ കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറിയിട്ട് വരാം. ഈ അടുത്ത കാലത്തൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്നതിന് ഈ യെല്ലോ സ്ട്രിപ്പ് ലൈൻസ് ഒക്കെ വരുന്ന ഈ ഒരു ഷർട്ടാണ് ഞാൻ സ്റ്റൈൽ ചെയ്തത്. ഞാൻ ഇങ്ങനെ ഹിജാബ് റോൾ ചെയ്തിട്ട് സ്റ്റൈൽ ചെയ്ത് നോക്കുകയാണ്. ഈ ഒരു ജേഴ്സി ഹിജാബ് മോജേന്റെ സാറേന്റെ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ ഹിജാബിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് കുറെ കമന്റ്സ് എനിക്ക് വരലുണ്ട്. ഞാനിത് ഓഫ്ലൈൻ ആയിട്ട് മേടിച്ചതുകൊണ്ടാണ് എനിക്കിതിന് കറക്റ്റ് ആയിട്ട് റീപ്ലൈ തരാൻ പറ്റാത്തത്. ഇനി കുറച്ച് ആക്സസറീസും കൂടി ഇട്ടിട്ട് നമ്മളെ ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ആക്കാം. കൂടുതൽ ആക്സസറീസ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇങ്ങനെ ഒരു വാച്ചും പിന്നെ ആ വാച്ചിനൊന്ന് പെയർ ചെയ്യാൻ ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ വരുന്ന ഒരു ബ്രേസ്ലെറ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1-2 റിങ്സും ഇട്ടിട്ട് നമ്മളെ ലുക്ക് കണ്ട് കംപ്ലീറ്റ് ആക്കി. എനിക്ക് ഈ കുറെ ആക്സസറീസ് ഒക്കെ ഇടാൻ ഇഷ്ടമാണ്. പക്ഷെ എന്റെ കൈ കുഞ്ഞതായതുകൊണ്ട് ഓവറായ ഭയങ്കര ബോറാവും. അങ്ങനെ എന്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും പുറത്തിറങ്ങിക്കണേ. എന്തിനാ ഇങ്ങനെ ഒരു ഔട്ടിങ് എന്ന് ചോദിച്ചാൽ കാര്യമായിട്ടൊന്നുമില്ല. ഞങ്ങൾ പകൽ സമയം പുറലോകം കാണല് വീക്കെൻഡുകളിൽ മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വരവ്. പിന്നെ ഈ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാന്നുള്ള ഒരു പ്ലാനിങ് കൂടി ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാല് അതാണ് എന്റെ മെയിൻ പ്ലാനിങ്. അതിനാണ് ഇപ്പൊ ഇത്ര ഹൈപ്പ് കൊടുത്തിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നത്. ഞാൻ നല്ല ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വന്നാല് അന്ന് എനിക്ക് ഫോട്ടോസ് ഒന്നും കിട്ടൂല. ഇന്നിപ്പോ കാര്യമായിട്ട് നല്ല ഫോട്ടോസ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അതിന്റെ റിഗ്രഷൻ ഒന്നും എനിക്കില്ല കേട്ടോ. കാരണം ഇവിടെ നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ആദ്യം കുറച്ചു നേരം ഞങ്ങൾ അവിടെ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് കരുതി. ഞങ്ങൾ അവിടെ എത്തിയപ്പോ കുറച്ച് ഈവനിങ് ആയിട്ടുണ്ട്. അപ്പോക്ക് അവിടെ ഒക്കെ ഒന്ന് റഷ് ആയി തുടങ്ങി. അപ്പൊ പിന്നെ എനിക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാനുള്ള ഒരു സ്പേസ് ഒന്നും വല്ലാണ്ട് കിട്ടിയിട്ടില്ല. ഈ ഒരു സ്പോട്ടിൽ കൂടുതലും മറപ്സ് ആണ് കേട്ടോ. അപ്പൊ പിന്നെ ഫോട്ടോ ഒക്കെ ഒന്ന് പോസ് ചെയ്യാൻ എനിക്ക് ചമ്മല്. ഇതാണ് എന്റെ അൺപെയ്ഡ് ഫോട്ടോഗ്രാഫർ. എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ഫോട്ടോഗ്രാഫറും ഇദ്ദേഹം തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ചു നേരം അവിടെ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഫോട്ടോസ് ഒക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. എനിക്ക് ഈ ഹിജാബ് കുറേ നേരം റോൾ ചെയ്താൽ തലവേദന എടുക്കും. അത് ഹിജാബ് റോൾ ചെയ്തോണ്ടല്ല കേട്ടോ. അത് ഞാൻ മുടി ടൈറ്റ് ആയിട്ട് കെട്ടിയിട്ടാണ്. പിന്നെ ആ കെട്ടിയ മുടി ഒന്ന് ലൂസ് ആക്കുകളും എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതിനെ കുറിച്ചാണ് ഇപ്പൊ ഞങ്ങൾ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ പോരുന്ന വയ്ക്കലതാ നമ്മൾ കോർണിഷിൽ കൂടി ഒന്ന് കയറാന്ന് കരുതി. അത്ര നേരം വെയിൽ കൊണ്ടിട്ടും എന്റെ മേക്കപ്പിന് ഒന്നും പറ്റിയിട്ടില്ല. എന്നാ പിന്നെ കോർണിഷിൽ കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് കറങ്ങി പോവാലേ.